ചെക്കന്റെ മ്യൂസിക് ഇല്ലാത്ത എൻട്രിയോടെ നമ്മൾ അകത്തെത്തിയപ്പോഴത്തേക്ക് തളർന്നിക്കണേ. കാരണം ആ വെയിൽ കൊണ്ടിട്ടാണ് പുറത്ത് നിന്നത്. അങ്ങനെ നല്ല തണുത്ത ജ്യൂസും കുടിച്ച് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോ ഫുഡ് കഴിക്കാൻ സമയക്കണേ. അങ്ങനെ ഞാനും സജിതാതൊക്കെ വേഗം കയറിയിരുന്ന്. പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് നമ്മളെയും കാട്ടി ചെറിയ മക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഞാനും ചെറിയ മക്കളെ കൂട്ടത്തിലെ ഇരിക്കുന്നു. ഞാൻ ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് വയസ്സായി പോയി ഗൈസ്. പക്ഷെ ഇവരാണ് എന്റെ കൂട്ടുകാരൊക്കെ. പിന്നെ ഞാൻ ഇവരുടെ കൂടെ അല്ലേ ഇരിക്കേണ്ടത്. പിന്നെ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ വെച്ച് മനസ്സിലോടെ ഞാൻ തള്ളപ്പാരെ കൂടെ പോയി ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. ആ സംഘത്തിൽ ഒരു ജ്യൂസ് കൂടി ഞാൻ വാങ്ങി കുടിച്ചിക്കണേ. അത് കഴിഞ്ഞ് ചെക്കന്മാരെ ഓരോ ഷോ ഇറക്കലായിരുന്നു. ഓരോ ഷോ ഇറക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ആൾക്കാർ ഷോ ഇറക്കാൻ കയറിയിരിക്കണേ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ക്യാമറാമാൻ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താക്കി ക്യാമറാമാനെ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പായിന്റെ പെയിന്റിന്റെ ഇറക്കം കുറഞ്ഞു എന്നൊരു ഡൗട്ട്. കാരണം എന്താ അറിയോ, ഇനിയിപ്പോ തിരക്കിലെടുത്തപ്പോ എങ്ങാനും മുക്കാപ്പേന്റെ എടുത്തതാണെങ്കിലും. അങ്ങനെ ചെക്കന് ഞാൻ കുറച്ചേരം നോക്കിയപ്പോ ശരിക്കും മുക്കാപ്പേന്റെ എടുത്ത് പോയതാണോടാ, പാവുണ്ട് കേട്ടോ. ആരെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് പറ്റൂലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ, അപ്പത്തേക്കും പെണ്ണിന്റെ എൻട്രി ആയില്ലേ, ഇനിയിപ്പോ മാറ്റാൻ പറ്റൂലല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.